ഹായ് ചങ്സുകളെ, നിങ്ങളുടെ അച്ഛനാണ്. ഞാൻ എന്തായാലും മുഖം കാണിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ അയലോക്കംകാരനായ എൻ്റെ കുഞ്ഞുവാൻ ചേട്ടൻ്റെ മോളുടെ കല്യാണത്തലേന്നാണ്. ആ കല്യാണത്തലേന്ന് ഞങ്ങളിങ്ങനെ എന്താ പറയുക, ആഘോഷിക്കുന്ന നിമിഷങ്ങളാണ് ഇനി കാണാൻ പോണത്. അപ്പോൾ കല്യാണത്തലേന്ന് എന്തായാലും രസം കണ്ടില്ലേ നിങ്ങൾ, പന്തലൊക്കെ ഇട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കുറേ ആൾക്കാരൊക്കെ വന്ന് കഴിച്ച് പോകുന്നു. അപ്പോൾ ആ ഒരു മനോഹരമായ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ അച്ഛൻ എത്തിക്കുന്നു. അപ്പം അവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുകയും ചെയ്യുന്നു. അപ്പോൾ ഞാനും എൻ്റെ വൈഫും കുഞ്ഞും ചേർന്ന് പോവാണ്. എൻ്റെ ഫാദറും വരുന്നുണ്ട് ഞങ്ങളിപ്പം. ഫാദർ റെഡി നിൽക്കണു വരാൻ വേണ്ടിയിട്ട്. വാ പോലെ അപ്പാ, അപ്പാ പോവാ, വാ വാടി. നമ്മുടെ എമിലിയെക്കുട്ടി നേരത്തെ അങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പന്തലൊക്കെ വളരെ മനോഹരം കേട്ടോ. എന്ത് രസമാണ്. നമ്മുടെ സഫ്രീന എന്നാണ് ആ മോളുടെ പേര്. സഫ്രീന കുട്ടിയുടെ കല്യാണമാണ്. അപ്പം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളും എന്ന് വെച്ചാൽ ഇനിയിപ്പം ലൈവായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ലൈവായിട്ട് തന്നെ അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ നിങ്ങളെ എന്താ പറയുക, ഇങ്ങനെ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ വോയിസ് അവിടെ നിർത്തുക കേട്ടോ. സാധാരണ നമ്മൾ കല്യാണ പന്തലിലേക്ക് പോകുമ്പോൾ ഉള്ളത് കാഴ്ചകൾ കാണാം. അറിയോ എന്താ വിശേഷങ്ങൾ? സഫ്രീന കുട്ടി എന്താണ്? ഇതാണ് നമ്മുടെ മണവാട്ടിയിലെ. നമുക്കെന്താ പാട്ടുകളും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ മരിച്ചാറുന്നു നമ്മൾ വെക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ അടിച്ച് പൊളിക്കാനും നമുക്ക്. എന്തൊക്കെ ഫ്രണ്ട്സുകളാ നമ്മുടെ ആൾക്കാരല്ലേ? ആ അതെ. എടി നീ ഫൗസി ചേച്ചി. പിന്നെന്താ വിശേഷം? നമുക്ക് അല്ലേ അടിപൊളിയാക്കായിരുന്നു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ടൈം അല്ലേ? അപ്പം ഇനിയിപ്പോൾ എന്തായാലും അല്ലേ ഇതപ്പോൾ വരും. ഇതാ വരും. വാ, നിന്നെ അറിയിച്ചോ. ഇടുവോ? ആ കഴിച്ചോ? അടിപൊളി അറിയോ നീ? കഴിച്ചോ? ആ ആ ആ ഓ ആ ആ ആ സഫ്രീന കുട്ടിയുടെ ചെറിയപ്പ അല്ലേ? സഫ്രീന കുട്ടിയുടെ ചെറിയപ്പ ഇപ്പോൾ വരുന്നുള്ളൂ. അല്ല, ഇപ്പോൾ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ആ നേരത്തെ പണികളെല്ലാം തീർത്തിലാണ്ട് പോയിട്ട് ഇപ്പോൾ വരണോ അല്ലേ? ശരിയാക്കാം. ഓക്കെ, കാണാം. അസ്സലാമു അലൈക്കും, കൈഫുൽ ഹാൽ? സെയിം കോയിസ് റഹ്മത്തുള്ളാഹി ബറകാത്തു. നമ്മുടെ ചെക്കൻ ഈ മറ്റേ വാപ്പയുടെ കൂടെ വർക്ക് ചെയ്തിട്ട് പൈസ മേടിക്കാൻ തുടങ്ങിയതൊക്കെ ഞാൻ